ഒരിക്കൽ ഒരു നാട്ടിലൊരു പയ്യൻ മറ്റു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ഒരു രാത്രി അവൻ ആ പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. ഒരു തരത്തിലും ആ നാട്ടുകാർ കല്യാണം നടത്തി കൊടുക്കില്ല, രണ്ട് ജാതിയിൽപ്പെട്ടതുകൊണ്ട്. അവൻ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞു, നിന്റെ കടത്തു തോണിയിൽ ഞങ്ങളെ ഒന്ന് അക്കരെ എത്തിച്ചുകൊണ്ടാ, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, ആരോടും പറയരുതെന്ന്. ഓക്കെ, ആ കൂട്ടുകാരൻ തയ്യാറായി. അവൻ പറഞ്ഞു, തോണി കയറി ഇരുന്നോളൂ, ഞാൻ വീട്ടിൽ പോയി പങ്കായം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പങ്കായം എടുത്തിട്ട് വന്നു. അവൻ തോണി തുഴഞ്ഞു. അപ്പോൾ ഇവർ സന്തോഷത്തോടെ ആ തോണിയിൽ യാത്ര ചെയ്യാണ്. അവരുടെ കരയിൽ ആൾക്കൂട്ടമൊന്നുമില്ല, പന്തം കൊളുത്തി ആരും അന്വേഷിച്ചു വരുന്നില്ല, ആരും അറിയാതെയുള്ള യാത്രയാണല്ലോ. പക്ഷെ മറുകരയിലെത്തിയപ്പോഴേക്കും അവിടെ ഈ പെൺകുട്ടിയുടെ മതത്തിൽപ്പെട്ട ഒത്തിരി ആൾക്കാർ ഇവരെ ആക്രമിക്കാനും കൊല്ലാനുമായിട്ട് കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാരൻ, തോണിക്കാരനായ കൂട്ടുകാരനോട് ചോദിച്ചു, എടാ, ആരും അറിയാത്തൊരു രഹസ്യമാണല്ലോ ഞങ്ങളുടെ യാത്ര, നിന്നോട് മാത്രമല്ലേ എനിക്കത് പറയാൻ തോന്നിയുള്ളൂ, ഞാൻ നിന്നോട് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, പിന്നെ എങ്ങനെ അവരറിഞ്ഞു എന്ന്. അവൻ പറഞ്ഞു, എനിക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ലടാ, ഞാൻ പങ്കായം എടുക്കാൻ പോയത് എൻ്റെ വീട്ടിലെ മറ്റൊരാളോട് ഈ കാര്യം ഒന്ന് പറയാൻ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അവരാരോ അറിയിച്ചതാണ് അക്കരെയുള്ള നാട്ടുകാരെ. അപ്പോൾ ചിലരങ്ങനെയാണ്, നമ്മൾ കൂട്ട് നമ്മുടെ സങ്കടമായാലും സന്തോഷമായാലും രഹസ്യങ്ങളൊക്കെ ആണെങ്കിലും അവരോട് പറയും. പലർക്കും രഹസ്യം സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലെന്നേ, അവരടുത്ത് വരുന്ന അടുത്ത ആളോടത് പറയും. അതുകൊണ്ട് ഓടിച്ചെന്നിന് ചിലരോടൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, അത് അങ്ങാടിപ്പാട്ടാവും. ബി ഹാപ്പി.